തിരുമുമ്പിൽ മുഴുവനായും സമർപ്പണം ചെയ്തവർ, സമർപ്പിതർ. സ്നേഹത്തിൻ്റെ വിയർപ്പ് കണങ്ങളും ആത്മാർപ്പണത്തിൻ്റെ നോവുകളും ജീവിത വഴികളിൽ ഏറ്റുവാങ്ങിയവർ. ഒന്നും തൻ്റെ സ്വന്തമല്ലെന്നറിഞ്ഞിട്ടും ഒന്നും തിരികെ കിട്ടില്ലെന്നറിഞ്ഞിട്ടും എല്ലാം ഉപേക്ഷിച്ച് ആ 33 വയസ്സുകാരന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ. ചെറുപ്പം മുതലേ അവൻ പോലും അറിയാതെ ആ കാഴ്ചകൾ അവനെ ഏറെ ആകർഷിച്ചിരുന്നു. ആ വിശുദ്ധമായ കാപ്പയുടെ തിളക്കത്തിൽ സർവവും സമർപ്പിക്കാനുള്ള മോഹം ആദ്യമായി അവൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്വപ്നമായി മാറുകയായിരുന്നു. അച്ഛനാകണം, ഞാനും ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. അങ്ങനെ ബാല്യത്തിൻ്റെ ഓർമ്മകൾ നെയ്തു തുടങ്ങുന്നതോടൊപ്പം അവൻ പൗരോഹിത്യത്തിൻ്റെ കുർബാന കുപ്പായം എന്ന സ്വപ്നവും നെയ്തു തുടങ്ങി. കൈപിടിച്ച് നടത്തിയ കുഞ്ഞ് ഇന്ന് ദൈവത്തിന്റെ വഴി നടക്കാൻ ഒരുങ്ങുകയാണ്. വീടിന്റെ സ്നേഹവും അമ്മയുടെ കരുതലും അപ്പന്റെ സ്വപ്നങ്ങളും എല്ലാം പിന്നിലാക്കി അവനൊരു വലിയ ദൗത്യത്തിലേക്ക് യാത്രയാകുന്നു. കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവന്റെ ഹൃദയത്തിൽ അഭിമാനമാണ്. സ്വന്തം മകനെ ദൈവത്തിനായി സമർപ്പിക്കുന്ന അഭിമാനം. അവൻ്റെ കരങ്ങളിലൂടെ കാൽവരി വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. പാപത്തിൻ്റെ ഭാരം പേറി വരുന്നവന് കുമ്പസാരക്കൂട്ടിൽ മോചനത്തിൻ്റെ വാക്ക് ലഭിക്കുന്നു. വേദനയുടെ കിടക്കയിൽ കിടക്കുന്നവന് രോഗിലേപനത്തിൽ ക്രിസ്തുവിൻ്റെ സ്പർശനം ലഭിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടവന് ജീവൻ്റെ അപ്പം ലഭിക്കുന്നു. അവൻ്റെ ജീവിതം ഇനി സ്വന്തമല്ല, അത് വിശുദ്ധ കുർബാന പോലെ എടുക്കപ്പെടുന്ന, ആശീർവദിക്കപ്പെടുന്ന, മുറിക്കപ്പെടുന്ന, പങ്കുവെക്കപ്പെടുന്ന ഒരു ജീവിതം. സ്നേഹമായി മാറുവാൻ യാഗമായി നീ, യാഗത്തിൽ ദീപമായി ഞങ്ങളെയും നന്ദിഗാനായി നിൻ സവിധി നന്മകൾ നൽകിയ സ്നേഹരൂപനേ നന്ദികുന്നു.
കൊടുക്കുന്നത് മാത്രമല്ല ജീവിതമെന്ന്, സ്വന്തമാക്കാതെയും സ്നേഹിക്കാമെന്ന്, ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ എല്ലാവരുടെയും സ്വന്തമാകുമെന്ന്, കൂട്ടായി ദൈവം മാത്രം മതിയെന്ന്, അങ്ങനെയും ആനന്ദിക്കാൻ കഴിയുമെന്ന് ജീവിതം പഠിപ്പിച്ച എല്ലാ സമർപ്പിതർക്കും പ്രണാമം. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാം അഖില ശക്തനിൻ തിരുകരത്തിനുണ്ടനിശമീ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാം അഖില ശക്തനിൻ തിരുകരത്തിനുണ്ടനിശമീ. പരദേവനഹോ നമുക്ക് നാ